ആർത്തിരമ്പി നിൽക്കുന്ന അറബിക്കടലിനു മുകളിൽ ചേർന്ന് നിൽക്കുന്ന കുന്നിൻപുറം, കലിതുള്ളി നിൽക്കുന്ന കടലിന്റെ തിരയിളക്കം കണ്ട് പാറയുടെ മുകളിൽ കരയെയും കടലിനെയും സാക്ഷിയാക്കി ഉയർന്നു പൊങ്ങിയ ക്ഷേത്രം. ചുറ്റുമുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഭക്തിസാന്ദ്രമായി അന്തരീക്ഷത്തിലേക്ക് പ്രകൃതി പോലും വിഭിന്നമായി തോന്നിക്കുന്നൊരിടം. ഇത് ഉരുപുണ്ണിക്കാവ്, കൊയിലാണ്ടിയുടെ വിശ്വാസ കഥകളിലേക്ക് ചേർത്ത് വെച്ച മറ്റൊരിടം. ഉരുപുണ്ണിക്കാവ്, ഉരുപുണ്ണിക്കാവ്, ഗുരുപുണ്ണിക്കാവ് എന്നീ പേരുകളിലെല്ലാം കോഴിക്കോട്ടുകാർക്ക് ഈ ക്ഷേത്രം സുപരിചിതമാണ്. ഒരിക്കൽ വന്നാൽ വീണ്ടും വരുവാൻ തോന്നിപ്പിക്കുന്ന അന്തരീക്ഷവും അതിശയങ്ങളുമായി സ്ഥിതി ചെയ്യുന്ന ഉരുപുണ്ണിക്കാവ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് മൂടാടി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉരുപുണ്ണിക്കാവ് വിശ്വാസങ്ങൾ ചേർത്ത് വെച്ച കഥകളാൽ സമ്പന്നമാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ഏതു സമയത്തും കടലിരമ്പി നിൽക്കുന്ന ഇവിടുത്തെ കാഴ്ചകളെല്ലാം പ്രകൃതിയോട് ചേർന്നവയാണ്. ജലദുർഗ കടലിന്റെ ക്രോധത്തിൽ നിന്നും തൻ്റെ ആളുകളെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് പരശുരാമൻ ദുർഗാ പ്രതിഷ്ഠ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ജലദുർഗയാണ് ആരാധിക്കുന്നത്. കടലിനും കരയ്ക്കും ദുർഗ ഒരുപോലെ സംരക്ഷണം നൽകുക എന്നാണ് വിശ്വാസം. കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന എത്ര വലിയ കടൽക്ഷോഭത്തെയും ക്ഷേത്രം ഇക്കാലം വരെ അതിജീവിച്ചിട്ടുണ്ട്. കലിതുള്ളിയെത്തുന്ന തിരമാലകൾ ക്ഷേത്രക്കോണി വരെ മാത്രമെത്തി പിൻവാങ്ങുകയാണ് പതിവ്. മാത്രമല്ല, കടൽ തീരമായതുകൊണ്ട് എപ്പോഴും കാറ്റുണ്ടാകുമെങ്കിലും എത്ര ശക്തമായ കാറ്റു വീശിയാലും ഇവിടെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ വിളക്കുകൾ അണിയില്ല എന്നാണ് ഇവിടെയുള്ളവർ പറയാറുള്ളത്. ജലദുർഗയാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ലക്ഷ്മി, വിദ്യസ്വരൂപിണി, അന്നപൂർണേശ്വരി എന്ന് മൂന്നും കൂടിയ പ്രതിഷ്ഠ എന്ന സങ്കല്പം കൂടിയും ഉരുപുണ്ണിക്കാവിൽ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യപ്പനും ഗണപതിയുമാണ് ഇവിടുത്തെ ഉപദേവതകൾ. ചുറ്റമ്പലത്തിന് പുറത്ത് പടിഞ്ഞാറ് മുഖമായി ശ്രീകോവിലിലാണ് അയ്യപ്പനുള്ളത്. ചുറ്റമ്പലത്തിനകത്ത് കന്നിമൂലയിൽ കിഴക്ക് മുഖമായി ഗണപതി ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തിരുനെല്ലിക്കൊപ്പം തന്നെ പ്രാധാന്യം വിശ്വാസികൾ പ്രതിതർപ്പണം ഉരുപുണ്ണിക്കാവിൽ കൽപ്പിച്ചു നൽകുന്നു. മരണമടഞ്ഞ ആത്മാക്കൾക്ക് മോക്ഷത്തിനായി 16-ാം അടിയന്തരത്തിനും 41-ാം അടിയന്തരത്തിനും ബലിയിടാൻ ആണ് ഇവിടെ അധികവും ആളുകൾ എത്താറുള്ളത്. ഒപ്പം തന്നെ കുംഭം